രാജ്മോഹൻ സാർ, എൻ ഐ എ പരാമർശ വിധേയമായതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ സ്വപ്ന തന്നെ പറഞ്ഞതാണ്. കാരണം ഈ എൻ ഐ എ അന്വേഷണം എം ശിവശങ്കറിലേക്ക് പോയില്ല. മാത്രമല്ല, അവർ എന്നോട് പറഞ്ഞത്, അവരെ അത്ഭുതപ്പെടുത്തിയത്, എൻ ഐ എ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ ഡിക്റ്റേറ്റ് ചെയ്തത് ശിവശങ്കർ ആയിരുന്നു. ശിവശങ്കർ നേരത്തെ തന്നെ സ്വപ്നയോട് പറഞ്ഞിരുന്നു എന്ന്. അതായത് എൻ ഐ എ അന്വേഷണം ഞാൻ പറയുന്ന ദിശയിലേ പോവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതവർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്തു. എൻ ഐ എ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ ശിവശങ്കർ അദ്ദേഹത്തിൻ്റെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം പലരെയും വിളിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം എൻ ഐ എ ഉദ്യോഗസ്ഥരെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ ഐ എ പൂർണ്ണമായും സർക്കാരിന് വിധേയമായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ എം ശിവശങ്കറിനെ ഒഴിവാക്കി. എന്നിട്ട് മറ്റ് പ്രതികളുടെ മേലാണ് UAPA ചുമത്തിയത്. ആ UAPA ചുമത്തിയ സമയത്ത് എം ശിവശങ്കറിൻ്റെ ഒരു മെസ്സേജും ഇവർ എന്നോട് പറഞ്ഞു. അതായത് UAPA ചുമത്തിയാൽ ഇനി കുറച്ചു കാലം അവർ വാ തുറക്കില്ല, പിന്നെ കുറച്ചു കാലം ജയിലിലും കിടക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ NIA അന്വേഷണം പോലും അത് സതുദ്ദേശത്തോടെ ആയിരുന്നില്ല. അതായത് യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആയിരുന്നില്ല. മാത്രമല്ല, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ടെറർ ലിങ്ക്, ആ ഒരു എലിമെൻ്റ് അത് പ്രൂവ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ കോടതി അതിനെ ചോദ്യം ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് എന്ന് പോലും കോടതി ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലൊക്കെ ശിവശങ്കർ വിചാരിച്ച പോലെ NIA അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അത്ഭുതത്തോടെയല്ലേ നോക്കിക്കാണുന്നത്. പലരും പറയാറുണ്ട്, NIA, കസ്റ്റംസ്, ED ഇതൊക്കെ കേന്ദ്ര സർക്കാർ ഏജൻസികളല്ലേ. ആ കേന്ദ്ര സർക്കാർ ഏജൻസികളെ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ പിണറായിയുടെ കൈകൾ ശുദ്ധമാണ്, അല്ലെങ്കിൽ പിണറായി വിശുദ്ധനാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരങ്ങനെ വിശ്വസിക്കട്ടെ. പക്ഷേ സ്വാഭാവികമായും ഇത്തരമൊരു കേസിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന പറയുന്നത്. കാരണം അവരൊരു ടൂളായിരുന്നു, അവരെ മാത്രം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അവരിപ്പോഴും പറയുന്നു പല കള്ള കേസുകളും എടുത്തിട്ടുണ്ട് അവരുടെ പേരിൽ. അതിനൊപ്പം കേരള പോലീസും കുറേ കേസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാനൊരു തെറ്റ് ചെയ്തു, പക്ഷേ എന്നേക്കാൾ ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്ത ആളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ എന്ന് ഒരു പ്രതി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകേണ്ടത് കേന്ദ്ര ഏജൻസികൾ തന്നെയല്ലേ? അനിൽ നമ്പ്യാർ, ശരിയാണ് താങ്കൾ പറയുന്നത്. കാരണം നമ്മളിങ്ങനെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ കേട്ടു, ഇത് താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി NIAയുടെ ചില ഓഫീസേഴ്സ് അങ്ങനെ ചെയ്തു എന്നൊക്കെ കേട്ടു. എനിക്ക് അതിൻ്റെ ഒരു പേഴ്സണൽ നോളജ് ഇല്ല. എന്നാലും ഇങ്ങനെ ചില കാര്യങ്ങൾ കേട്ടപ്പോഴൊക്കെ NIA എന്ന ഓർഗനൈസേഷൻ ഒരു പ്രീമിയർ ഏജൻസിയാണ്. അത് ഇന്ത്യയുടെ ടെറർ ബന്ധപ്പെട്ട, അതായത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അത്തരത്തിലുള്ള ഏജൻസിയെ കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്ക് വരുന്നതൊക്കെ ഞങ്ങൾക്ക് വളരെ അൺഹാപ്പിയാണ്. കാരണം ഇത്തരത്തിലൊരു ഏജൻസി അല്ല നമ്മുടെ NIA. ഇപ്പോഴും NIA പറയുന്നത് പല കാര്യങ്ങളിലും അവർ ഫുൾ പ്രൂഫായി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി ഈ രാജ്യത്തിന്റെ വിഘടനവാദികൾക്കെതിരായിട്ടും അഖണ്ഡതക്കെതിരായിട്ടും ജോലി ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ അവരാണ് നിയമത്തെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഏജൻസി ഈ കേസിന്റെ കാര്യത്തിൽ കേരള യൂണിറ്റിന് എന്തോ അബദ്ധം പറ്റിയോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇങ്ങനെയല്ല NIA പെരുമാറേണ്ടത്. NIA ഒരു കേസ് അന്വേഷിക്കണം, അതൊരു പ്രൊഫഷണൽ വേയിലാണ് അന്വേഷിക്കുക. അങ്ങനെ വേറൊരു അക്യൂസ്ഡിനോ അല്ലെങ്കിൽ കോ അക്യൂസ്ഡിനോ അല്ലെങ്കിൽ സംശയം പറയുന്ന ഒരാൾക്ക് ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റൂല ഇൻവെസ്റ്റിഗേഷനായി NIA നടത്തുകയാണെങ്കിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു എവിടെയോ ആരോ ഏതോ ലെവലിൽ ചില ഓഫീസർമാര് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ശ്രീ ശിവശങ്കറിനെ ഈ UAPA ചുമത്തി എന്തുകൊണ്ട് അദ്ദേഹത്തെ പ്രൊഡ്യൂസ് ചെയ്തില്ല ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ വരുന്ന ചോദ്യമാണ്. അപ്പൊ NIAയുടെ മേലിലും അല്ലെ NIAയുടെ ക്രെഡിബിലിറ്റി നമ്മളൊരു കരുതൽ വീഴ്ത്തിയ ഒരു കേസാണ് ഇത് എന്ന് തീർച്ചയായും എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ കേസിൽ ടെറർ നിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ആ ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെ സുപ്രീം കോടതി അതിലത്തെ ജാമ്യം കൊടുത്ത ജാമ്യത്തിൽ ഇടപെടാൻ വിസമ്മതിപ്പിച്ചു. എന്നിട്ട് NIAയുടെ ആ ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി NIA ഡൽഹി ഓഫീസ് ബന്ധപ്പെട്ടിട്ട് അതില് സുപ്രീം കോടതിയോട് ഇതിൽ ടെറർ ഫണ്ടിങ് ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ കേസ് പെൻഡിങ്ങിലുള്ളത്.
അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും NIA ക്രെഡിബിലിറ്റി, ഒരു പ്രൊഫഷണൽ ഏജൻസി ഉണ്ട്, പാൻ ഇന്ത്യ ആയ ഒരു പ്രൊഫഷണൽ ഏജൻസിന്റെ ക്രെഡിബിലിറ്റി കൂടെ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് വലിയ സങ്കടകരമായ കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ഏജൻസി അല്ല അത്. അപ്പൊ എന്തായാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്, ഉണ്ടായി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതേസമയം തന്നെ അതൊരു പരസ്യമായി ഡിസ്കസ് ചെയ്യുന്ന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുറെ കൂടി ജാഗ്രതയും അവർക്ക് നിയമവ്യവസ്ഥയോട് ഒരു കടപ്പാടും അല്ലെങ്കിൽ ഒരു കടമയുണ്ട്. കാരണം നിയമത്തിന്റെ വഴിക്ക് നീങ്ങണം, അല്ലാതെ നിയമം സർക്കാരിന്റെയോ അല്ലെങ്കിൽ നമ്മളെ താല്പര്യങ്ങൾക്കോ മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാര്യമല്ല. കാരണം നിയമത്തിൽ ഉള്ള വിശ്വാസം അതാണ് ജനങ്ങൾ. നിയമവും നീതിയും നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാര് അത് രണ്ടും മാറ്റിവെച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിൽ ഇങ്ങനെ ചർച്ച വരും, ഇതുപോലെ അഭിപ്രായങ്ങൾ വരും. അങ്ങനെ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് എക്യൂസ്ഡ് പറയുന്നത് എന്റെ കേസ് മര്യാദക്ക് ശരിയായ ലെവലിൽ അന്വേഷണം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ.